എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോനേഷ് കറിയ, വെള്ളാരിക്കുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് കൊച്ചണ്ടകത്തിലെ കളർജിയ എന്ന മനോഹരമായ ആശയമാണ്. ഭാരതം എന്ന നമ്മുടെ രാജ്യം ഒരു വലിയ പൂന്തോട്ടം പോലെയാണ്. അവിടെ പല നിറത്തിലുള്ള പല സുഗന്ധമുള്ള പൂക്കളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും. പല ജാതി, പല മതം, പല ഭാഷകൾ, പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. ഇതാണ് മതേതരത്വം. ഈ മതേതര മനസ്സുകളുടെ ഒരു വലിയ വർണ്ണോത്സവമാണ് കളർ ഇന്ത്യ. ഇവിടെ നമ്മുടെ കൊച്ചേട്ടൻ നമുക്കായി ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കുട്ടികളാണ് ഈ നാടിന്റെ വെളിച്ചം. പ്രിയ കൂട്ടുകാരെ, ദീപിക ദിനപത്രവും ദീപിക ബാലസഖ്യവും ചേർന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 7 സംഘടിപ്പിക്കുന്ന ദേശീയ ഉഗ്രതന ചിത്രരചന മത്സരമായ കളർ ഇന്ത്യയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. പങ്കാളിത്തത്തിന്റെ ധാരാളിത്തം ഇത്തവണത്തെ കളർ ഇന്ത്യ ചിത്രരചന മത്സരത്തെ ഇന്നോളം നടത്തിയതിന് ഏറ്റവും വലിയ മത്സരമാക്കി മാറ്റുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. എല്ലാ കൂട്ടുകാർക്കും, സഹകരിക്കുന്ന എല്ലാ അധ്യാപകർക്കും, സഹപ്രവർത്തകർക്കും DCL കുടുംബത്തിന്റെ ആശംസകളും സ്വാഗതങ്ങളും. ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ആയിരക്കണക്കിന് സ്കൂളുകളിൽ പ്രഥമ അധ്യാപകരുടെയും നൂറുകണക്കിന് അധ്യാപകരുടെയും DCLന്റെയും ദീപികയുടെയും സഹപ്രവർത്തികളുടെയും ഏതാനും മാസങ്ങളുടെ സുഖിതമായ പരിശ്രമങ്ങളുടെയും ഇവിടെ പൂവണിയുകയാണ്. 14 ലക്ഷത്തോളം വിദ്യാർത്ഥികളിലും അവരുടെ കുടുംബങ്ങളിലും ഇന്ത്യയുടെ നിറം സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിറക്കൂട്ടാണ് എന്ന സന്ദേശം കളർ ഇന്ത്യയുടെ DCL നൽകുകയാണ്. മാറുന്ന ഈ ലോകത്ത് കളർ ഇന്ത്യയുടെ പ്രസക്തി എന്താ നമുക്ക് നോക്കാം. മതേതര ഇന്ത്യയുടെ മുഖം രാഷ്ട്രീയ വൈരൂപ്യത്തിന്റെയും മതസ്പർശിയുടെയും വൈരൂപ്യം കൊണ്ടുവരുവാൻ തർച്ചപ്പെടുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇന്നിന്റെ ഭാരതീയ മക്കൾ ദേശീയ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെ സന്ദേശം അക്രമത്തിന്റെയും വർഗ വൈരൂപ്യത്തിന്റെയും വംശീയ വിദ്വേഷത്തിന്റെയും കരകൾ കടികളയുവാൻ കൈകോർക്കുന്നു എന്നതാണ് കളർ ഇന്ത്യയുടെ പ്രസക്തി. ഈ സ്വപ്ന പദ്ധതിയോട് സഹകരിക്കുന്ന എല്ലാ വിദ്യാലയത്തിലും കളർ ഇന്ത്യയുടെ ദീപിക ബാലസഖ്യത്തിന്റെ വിശ്വമാനവിക ദർശനമായ നാം ഒരു കുടുംബം എന്ന സന്ദേശം വിദ്യാർത്ഥികളിലൂടെ മനസ്സിൽ ശിഖാലിഖിതമാക്കുകയാണ്. ആയിരക്കണക്കിന് സ്കൂൾ മാനേജ്മെന്റുകൾ അവരുടെ ക്ലാസ് മുറികളിൽ ഇന്ന് ഇന്ത്യക്ക് വേണ്ടത് ഐക്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുഖമാണ് എന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു ജനത. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഭാരതമെന്ന ഒറ്റ രാജ്യം, ഭാരതമെന്ന ഒറ്റ ചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് നോക്കാം. 74 വർഷമായി ദീപിക ബാലസഖ്യത്തിലൂടെ ഈ മുദ്രാവാക്യം ഏറ്റുപാടി വളർന്ന വിദ്യാർത്ഥി ലക്ഷ്യങ്ങൾ ഭാരതത്തെ ഭൂമിയുടെ അഭിമാനമായി വിരചിക്കുകയാണ്. ഇന്ത്യയുടെ ഐക്യം എന്നത് വിദ്യാർത്ഥിയുടെ ഐക്യമാണെന്ന് DCL വിദ്യാർത്ഥികളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ജാതി, മത, വർഗ, ദേശ, രാഷ്ട്രീയ ഭേദമില്ലാതെ ഭാരതത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണ് എന്ന് നെഞ്ചിൽ തൊട്ട്
പ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രത്യാശയുടെ പുലരിയിലേക്കാണ് 140 വർഷമായി രാഷ്ട്രീയ നിർമ്മിതിയിൽ സുത്യർഹമായ പങ്കുവയ്ക്കുന്ന ദീപിക ദിനപത്രവും ദീപിക ബാലസഖ്യവും വിദ്യാർത്ഥികളെ നയിക്കുന്നത് കളഞ്ചിയിലൂടെയാണ്. മത്സരം വേണ്ട, ഉത്സവം മതി. ഏറ്റവും പ്രിയപ്പെട്ട DCL കൂട്ടുകാരോട്, കളർ ഇന്ത്യ കൂട്ടുകാരുടെ രാഷ്ട്രീയ സ്നേഹത്തിന്റെയും ഭാവനകൾ വിടരുന്ന അസുലഭമായ അവസരമാണ്. ഇന്ത്യ എന്ന മഹാവിരാസം അതിന്റെ വിശുദ്ധമായ മൂല്യത്തിലേക്കാണ് അടിത്തറ പാകിയിരിക്കുന്നത്. ലോകം ആദരിക്കുന്ന മഹിത മൂല്യങ്ങളുടെ മഹാസങ്കീർണമായ ഇന്ത്യൻ ഭരണഘടനയിൽ അനുഷ്ഠിതമായ ഒരു വർത്തമാന ഭാരതം അതിന്റെ അതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിനാണ് കൂട്ടുകാർ നിറം കൊടുക്കുന്നത്. അതുകൊണ്ട് കളർ ഇന്ത്യയെ ഒരു മത്സരമായി മാത്രം കൂട്ടുകാർ കരുതരുത്. കളർ ഇന്ത്യ എന്നത് ഒരു ഉത്സവം കൂടിയാണ്. കളർ ഇന്ത്യയുടെ ഇന്നോളമുള്ള മഹാദർശനങ്ങളുടെയും ആകർഷ പൈതൃകത്തിന്റെയും മതാസൗഹാർദ്ദത്തിന്റെയും ശാസ്ത്ര സങ്കേത വികാസ പരിണാമങ്ങളുടെയും വിജയ പതാകകൾ പാറി നിൽക്കുന്ന ഉത്സവം എല്ലാ കൂട്ടുകാരുടെയും DCL ദീപിക കളർ ഇന്ത്യയുടെ വർത്തമാനകാല ഭാരതത്തിനു വർണ്ണം ചാർത്താൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് നമ്മുടെ സ്വന്തം കൊച്ചേട്ടൻ.